പെൺകുട്ടികൾ മൻ കാന ലഹു സലാസു ബനാത്തിൻ, പെൺമക്കളെ വളർത്തുന്നത് വലിയൊരു ചാലഞ്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവർ ഹൈസ്കൂൾ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു +1 +2 ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയമായാൽ വാപ്പമാർക്കും ഉപ്പമാർക്ക് ബേജാറാണ്, ടെൻഷനാണ്. നമ്മളെ മക്കൾ ആരെങ്കിലും വഴിപഴപ്പിച്ച് കൊണ്ടുപോകുമോ, കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എവിടെ കൊണ്ടുപോയി വളർത്തും, എങ്ങനെ ഇവരെ പഠിപ്പിക്കും. പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയാണ്, പക്ഷെ നമ്മുടെ ക്യാമ്പസുകൾ എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥകൾ? വളരെ ഭീതിതമല്ലയോ, പ്രയാസകരമല്ലയോ? അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് സ്വാഭാവികമായും ഒരു പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മൻ കാന ലഹു സലാസു ബനാത്തിൻ ഫസബറ അലൈഹിന്ന, 3 പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ മക്കളെ ക്ഷമയോടുകൂടെ വളർത്തുകയും വഅത്അമഹുന്ന, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും വസഖാഹുന്ന, അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും വകസാഹുന്ന മിൻ ജിദ്ദതിഹി, തൻ്റെ ഹലാലായ സമ്പത്തിൽ നിന്ന്, മിൻ ജിദ്ദതിഹി, സമ്പത്തിൽ നിന്ന് ആ മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ കുന്ന ലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ 3 മക്കളും പിതാവിന് നരകത്തിൽ നിന്ന് തടയാവുന്ന, നരകത്തിൽ നിന്ന് മറയായി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്വബറ അലൈഹിന്ന, പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞെടുത്ത് നബി തങ്ങൾ പറയുന്നു, ഫസ്വബറ അലൈഹിന്ന, ആ പെൺകുട്ടികളുടെ വിഷയത്തിൽ ക്ഷമ പാലിച്ചു അവരെ വളർത്തുക. കാരണം വലിയ പ്രയാസമുള്ള സമയമാണ്. നമ്മുടെ കാലഘട്ടം ആലോചിച്ച് നോക്കൂ. മുമ്പും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. മുമ്പുള്ള പോലെയുള്ള പേടിയല്ല ഇന്നത്തേത് ദാരിദ്ര്യത്തിന്റെ പേടിയല്ല. നമ്മുടെ പേടി നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുമോ എന്ന പേടിയാണ്. പെൺകുട്ടികളെ വളർത്തുന്നത് വലിയ പ്രയാസമുള്ള സമയമാണിപ്പോൾ. പെൺമക്കൾ അവരാലോചിക്കണം അവരുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഖൽബുകളിലെ ടെൻഷൻ എത്രയാണ് എന്ന്. അതുകൊണ്ട് 3 പെൺമക്കളുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള താക്കോല് കയ്യിൽ കിട്ടിയെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ മക്കളെ വളർത്തിയാൽ കൂലിയാണ്. നരകത്തിൽ നിന്ന് മറയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.